ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും MS ലൈഫ് ടിപ്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ വിഷാദം അനുഭവിക്കുന്നവർക്കായിട്ട് ഒരു മെഡിറ്റേഷൻ ഒരുക്കിയിട്ടുണ്ട്. വളരെ ഉപകാരപ്രദം ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനു മുമ്പായിട്ട് ഞാനൊരു എക്സ്പെരിമെന്റിനെ പറ്റി പറയാം. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ KM വില്യംസ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ ഒരു റിസർച്ച് നടത്തുകയുണ്ടായി. അതായത് അദ്ദേഹം 20 മേജർ ഡിപ്രഷനുള്ള ആളുകളെ എടുത്തു. അതിൽ 10 പേരെ ഒരു ഗ്രൂപ്പിലും 10 പേരെ മറ്റൊരു ഗ്രൂപ്പിലും ആക്കി. ആദ്യത്തെ 10 പേർക്ക് ആന്റി ഡിപ്രസൻസ് ഗുളികകൾ കൊടുക്കുകയും അതിന്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ അഭ്യസിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ 10 പേർക്ക് അദ്ദേഹം ഷുഗർ ഗുളികകൾ കൊടുക്കുകയും അതിന്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ അഭ്യസിക്കാനുള്ള പരിശീലനം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. 2 ആഴ്ചകൾക്ക് ശേഷം ആദ്യത്തെ ഗ്രൂപ്പിലുള്ള, അതായത് ആന്റി ഡിപ്രസൻസ് കൊടുത്ത ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വിഷാദം മാറുകയും വളരെ ഉന്മേഷത്തോടെ കാണപ്പെടുകയും ചെയ്തു. പക്ഷെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ, നമ്മൾ ഷുഗർ ഗുളിക കൊടുത്ത ഗ്രൂപ്പിൽ അത്ര ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെയും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരിശോധിച്ചപ്പോൾ 2 ഗ്രൂപ്പും ഒരേ ലെവലിലെത്തി. അതായത് ആന്റിഡിപ്രസൻസ് ഗുളികകൾ കൊടുത്ത ഗ്രൂപ്പും മെഡിറ്റേഷൻസ് മാത്രം അഭ്യസിച്ച് കൂടെ ഷുഗർ ഗുളികകൾ മാത്രം കൊടുത്ത ഗ്രൂപ്പും ഒരേ ഗ്രൂപ്പിലായി. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്, മെഡിറ്റേഷൻ വളരെ സ്ലോലി നമ്മുടെ ബ്രെയിനിൽ എഫക്റ്റ് ഉണ്ടാക്കും, പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും വിഷാദം അനുഭവിക്കുന്നവർക്ക് വിഷാദം ക്രമേണ കുറഞ്ഞു വരാനുള്ള ഹോർമോണുകൾ വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതായത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, മരുന്നിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെഡിറ്റേഷനും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷാദം അനുഭവിക്കുന്നവരുടെ മനസ്സിലൂടെ ഹെൽപ്ലെസ്നെസ്, അതായത് ആരുടെയും എവിടെ നിന്നൊരു സഹായം കിട്ടാത്ത അവസ്ഥ, എന്നെ ആർക്കും സഹായിക്കാൻ കഴിയില്ല, എനിക്ക് ഈ ഭൂമുഖത്ത് വേണ്ട എന്നുള്ളൊരു തോന്നലാണ്. അതുപോലെ തന്നെ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, തന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്നുള്ള അവസ്ഥ. ഈ 3 ചിന്തകളോടെയും പോകുന്ന വ്യക്തിക്ക് അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മെഡിറ്റേഷൻ കൊണ്ട് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ നിങ്ങൾ വിഷാദം അനുഭവിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ, ഈ മെഡിറ്റേഷൻ അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അടിയിൽ താഴെ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. നമസ്കാരം. ഡിപ്രഷൻ ഹീലിംഗ് മെഡിറ്റേഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഉമേഷ്. കണ്ണുകൾ സാവധാനം അടയ്ക്കാം. ശ്വാസം വളരെ സാവധാനം മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം. ശ്വാസം ആഴത്തിലുള്ളിലേക്കെടുത്തപ്പോൾ നിങ്ങളിൽ വളരെ ശാന്തത ലഭിച്ചു. അഗാധമായ ശാന്തതയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ഈ നിശ്ചലമായ അവസ്ഥയിൽ അടുത്തുള്ള ചെറിയ ശബ്ദങ്ങളെ അറിയാൻ ശ്രമിക്കുക. എത്ര ചെറിയ ശബ്ദമാണെങ്കിലും അവയെ വളരെ നിശ്ചലമായ ഈ അവസ്ഥയിൽ അറിയാൻ ശ്രമിക്കുക. You are going to a deep relaxation stage. ശരീരം പൂർണ്ണമായ അയഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വളരെ ശാന്തമായി അഗാധമായ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു. ശരീരം എത്രത്തോളം അയഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ ഷാർപ്പായിട്ട് ഏതൊരു അവസ്ഥയെയും ഏതൊരു സെൻസേഷനെയും നിങ്ങളിലേക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിൽ
പൂർണ്ണ വിശ്രമാവസ്ഥയിലാണുള്ളത്. ഒരിക്കൽ കൂടി ശ്വാസം ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം. കുറച്ചു നേരം ശ്വാസം നിങ്ങളുടേതായ രീതിയിൽ എടുത്തുവിടാം. ഈ സമയം നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു. ജസ്റ്റ് ഒബ്സർവ് യുവർ ബ്രീത്ത്. ശ്വാസം ജസ്റ്റ് നിരീക്ഷിച്ചിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. അത് നിങ്ങളൊന്ന് നിരീക്ഷിച്ചിരിക്കുക. എവരി ബ്രീത്ത് വിൽ മേക്ക് യു മോർ റിലാക്സേഷൻ സ്റ്റേജ്. എവരി ബ്രീത്ത് വിൽ മേക്ക് യു മോർ റിലാക്സേഷൻ. ഓരോ ശ്വാസവും നിങ്ങളെ കൂടുതൽ ശാന്തതയിലേക്ക് നയിക്കുന്നു. ശ്വാസത്തെ ജസ്റ്റ് നിരീക്ഷിച്ചിരിക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നു. വയറും നെഞ്ചിന്റെ ഭാഗവും ശാന്തമാകുന്നു. തലയും കഴുത്തും ശാന്തമാകുന്നു. കൂടെ രണ്ട് കൈകളും അയഞ്ഞ് കൂടുതൽ ശാന്തതയിലേക്ക് പോകുന്നു. വയറും നെഞ്ചിന്റെ ഭാഗവും ശാന്തമാകുന്നു. തലയും കഴുത്തും ശാന്തമാകുന്നു. കൂടെ രണ്ട് കൈകളും അയഞ്ഞ് കൂടുതൽ ശാന്തതയിലേക്ക് പോകുന്നു. അടുത്തതായി നിങ്ങളുടെ ഗോള്, അതായത് ലോങ് ടൈം ഗോൾ, നിങ്ങൾ എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് രീതിയിൽ വളരണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്ന കർമ്മമേഖല ഏതാണെന്നും ഏത് തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നോ നിങ്ങൾ മനസ്സിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ബിസിനസിന്റെ വളർച്ചയെ പറ്റിയോ, അല്ലെങ്കിൽ ജോലിയിൽ നന്നായി ശോഭിച്ച് നല്ല രീതിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടുജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിനെ പറ്റിയോ, വീടെല്ലാം ഒരുക്കി വെക്കുന്നതിനെ പറ്റിയോ, കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ പറ്റിയോ, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പറ്റിയോ നിങ്ങളുടെ മെന്റൽ ഇമേജ് കൊണ്ടുവരിക. അതായത് പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് പോസിറ്റീവായി കാണുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. സങ്കൽപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങളുടെ മെന്റൽ ഇമേജ് ഇമാജിൻ ചെയ്യുക. ഞാൻ 5 വരെ എണ്ണും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ ഗോള് ഇമാജിൻ ചെയ്യുക പോസിറ്റീവായിട്ട്. 1, 2, 3, 4, 5. പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മമേഖല എന്താണെങ്കിലും ആ ഒരു കർമ്മമേഖലയിൽ, ജോലിയിൽ നന്നായിട്ട് മുഴുകി നിങ്ങൾക്ക് നല്ല പ്രൊമോഷനും സാലറിയും ഒക്കെ കിട്ടുന്നതായിട്ടൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളോട് ധാരാളം പേർ സംശയം ചോദിക്കാൻ വരുന്നതായും അവരുടെ സംശയങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കുകയും കൂടുതൽ അറിവ് മറ്റുള്ളവരിലേക്ക് പരത്തുകയും ചെയ്യുന്നതായിട്ട് അറിയുക. നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി വന്നു. ആ ചിരി ആത്മവിശ്വാസത്തിൻ്റെ ചിരിയാണ്. എല്ലാവരോടും നല്ല രീതിയിൽ അടുത്ത് ഇടപഴകുന്നതായിട്ടും എല്ലാവരോടും ചിരിക്കുന്നതായിട്ടും മനസ്സിൽ കാണുക.
You are becoming happy and more relaxing stage. You are becoming happy and more relaxing. നിങ്ങൾക്ക് ജോലിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്തതുകൊണ്ട് ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവാർഡ് നൽകുന്നതായും മനസ്സിലൂടെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ മനസ്സിലൂടെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവുക. എനിക്കെൻ്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നു. ഐ ക്യാൻ ഡു മൈ വർക്ക് വെരി എഫക്റ്റീവ്ലി. ഐ ആം വെരി ഹാപ്പി. ഐ ക്യാൻ ഡു മൈ വർക്ക് വെരി എഫക്റ്റീവ്ലി. ഐ ആം വെരി ഹാപ്പി. Universe loves me. I can do my work very effectively. I am able to do any work in any situation. ഏത് സാഹചര്യത്തിലും എനിക്ക് തന്നിട്ടുള്ള ജോലികൾ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിവുള്ളയാളാണ്. I am becoming happy. ഞാൻ കൂടുതൽ സന്തോഷവാനായിരുന്നു. ഞാൻ കൂടുതൽ സന്തോഷവാനായി അനുഭവപ്പെടുന്നു. ഞാൻ കൂടുതൽ സന്തോഷവാനായി അനുഭവപ്പെടുന്നു. I am becoming more happy and energetic. I am very powerful. I am very powerful. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഫാമിലിയിലുള്ളവർ, ആശ്രിതർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അത് സത്യമാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ദേ ആർ പ്രൗഡ് ഓഫ് യു. അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആകാം, ഹസ്ബൻഡോ വൈഫോ ആകാം, മക്കളാകാം, ആരുമാകാം. അവർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. സാവധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സെൻസേഷൻ, ഒരു ഫീലിങ്സ് വരുന്നത് അറിയുക. ഒരു ആത്മവിശ്വാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ആണത്. അതൊരു ആനന്ദത്തിൻ്റെ ലഹരിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സെൻസേഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആനന്ദത്തിൻ്റെ ലഹരിയാണ്. ഐ ആം ബിക്കമിങ് ഹാപ്പി. ഞാൻ സന്തോഷവാനാകുന്നു. I am becoming joyful. I am becoming confident. ഞാൻ ആത്മവിശ്വാസമുള്ളയാളാകുന്നു. ഞാൻ സന്തോഷം ഉള്ളയാളാകുന്നു. I am confident. I am joyful. I am happy. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതായും അറിയുക. നിങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതായും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നതായിട്ടും മനസ്സിൽ കാണുക. ഞാൻ വളരെ ശക്തിയുള്ളയാളാണ്. എനിക്ക് വലിയ കഴിവുകളുണ്ട്. ഐ ആം സ്ട്രോങ് ആൻഡ് പവർഫുൾ. ഐ ആം സ്ട്രോങ് ആൻഡ് പവർഫുൾ. ഐ ഹാവ് മെനി എബിലിറ്റീസ്. ഐ ഹാവ് മെനി എബിലിറ്റീസ്. ഐ ക്യാൻ ഡു എനിത്തിങ്. ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. നിങ്ങൾ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ അവർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നു. വീട്ടിലുള്ളവർ നിങ്ങളെ ഓർത്ത് നന്നായി സന്തോഷിക്കുന്നതായും മനസ്സിലേക്ക് കൊണ്ടുവരിക. ജോലിയിൽ വലിയ ഉയർച്ചകളിലേക്ക് നിങ്ങൾ എത്തുന്നു. ഓരോ ചെറിയ കാര്യം പോലും വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു. ജോലിയിൽ വളരെയധികം ശോഭിക്കാൻ കഴിയുന്നു. യു ക്യാൻ ഡു എനിത്തിങ് വിത്ത് യുവർ ഓൺ പവർ. യു ആർ വെരി ഹെൽത്തി. യു ആർ വെരി ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ. യു ആർ വെരി ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ. നിങ്ങളുടെ വലത് കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് വെക്കുക. സങ്കൽപ്പിക്കുക, ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രകാശം വരുന്നതായും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നക്ഷത്രം,
ഒരു പ്രകാശം നിറഞ്ഞ നക്ഷത്രം ഉള്ളതായി സങ്കല്പിക്കുക. ദിസ് സ്റ്റാർ ഈസ് സ്പ്രെഡിങ് ഓൾ ഓവർ ദ ബോഡി. ആ ഒരു പ്രകാശം നിറഞ്ഞ നക്ഷത്രം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ കോണുകളിലേക്കും പോസിറ്റീവ് എനർജിയുമായി പരന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ സെല്ലുകളിലും അത് ജീവൻ, വളരെ പോസിറ്റീവായിട്ടുള്ള ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ ശാന്തതയിലേക്ക് നിങ്ങൾ താണു പോയിക്കൊണ്ടേയിരിക്കുന്നു. ശാന്തതയുടെ അഗാധമായ അടിത്തട്ടിലേക്ക് നിങ്ങൾ മുങ്ങിത്താണുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സന്തോഷവാനാണ്. ലൈഫ് ഈസ് ഓൾവേസ് സപ്പോർട്ടിങ് മീ. ഞാൻ സന്തോഷവാനാണ്. ലൈഫ് ഈസ് ഓൾവേസ് സപ്പോർട്ടിങ് മീ. ജീവിതം എനിക്ക് വളരെയധികം അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നു. ജീവിതം എനിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നു, എന്നെ പിന്തുണയ്ക്കുന്നു. അഗാധമായ ശാന്തതയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ലൈഫ് ഈസ് ഓൾവേസ് സപ്പോർട്ടിങ് മീ. ജീവിതം എന്നെ പിന്തുണയ്ക്കുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ എനിക്ക് കഴിവുണ്ട്. ലൈഫ് ലവ്സ് മീ. ലൈഫ് ലവ്സ് മീ. ജീവിതം എന്നെ സ്നേഹിക്കുന്നു. അനുയോജ്യമായ സാഹചര്യങ്ങൾ, വ്യക്തികൾ, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. അനുയോജ്യമായ സാഹചര്യങ്ങൾ, വ്യക്തികൾ, അറിവ്, സമ്പത്ത്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെ പ്രകാശം, സന്തോഷം നിറഞ്ഞ ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നിങ്ങളുടെ ഓരോ സെല്ലുകളിലേക്കും, ഓരോ ഞരമ്പുകളിലേക്കും, മസിൽസിലേക്കും, ബോൺസിലേക്കും പരന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും, ഞരമ്പുകളും, മസിൽസും, എല്ലുകളും വളരെ ആരോഗ്യമുള്ളതായി മാറിയിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള ആ പ്രകാശകണിക നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ സെല്ലുകളിലേക്കും, ഞരമ്പുകളിലേക്കും, മസിൽസിലേക്കും, എല്ലുകളിലേക്കും അവ പരന്നുകൊണ്ടിരിക്കുന്നു. മൈ ബ്രെയിൻ ഈസ് ഹെൽത്തി. മൈ ലങ്സ് ആർ ഹെൽത്തി. മൈ കിഡ്നീസ് ആർ ഹെൽത്തി. My every bones are healthy. My skin is perfect. My brain is healthy. My lungs are healthy. My pancreas is healthy. My stomach is healthy. My intestines is healthy. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ജോലി ചെയ്യുന്നു. My mind is always healthy and relaxing. My mind is always healthy and relaxing. Every cells of my body is healing. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും വളരെ സുഖമുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരോഗ്യാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. മൈ ബ്രെയിൻ ഈസ് ഹെൽത്തി. മൈ ലങ്സ് ആർ ഹെൽത്തി. മൈ പാൻക്രിയാസ് ഈസ് ഹെൽത്തി. മൈ ഇൻറ്റസ്റ്റൈൻസ് ഈസ് ഹെൽത്തി. എവരി ഓർഗൻസ് ഓഫ് മൈ ബോഡി ഈസ് ഹെൽത്തി. എൻ്റെ എല്ലാ ആന്തരിക അവയവങ്ങളും വളരെ ശാന്തവും ആരോഗ്യപരവുമായി മാറിയിരിക്കുന്നു. എൻ്റെ സ്കിൻ പെർഫെക്റ്റ് ആണ്. എൻ്റെ കണ്ണുകൾ നല്ല ആരോഗ്യാവസ്ഥയിലാണുള്ളത്. എനിക്ക്
ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നു. എന്തുതരം രോഗത്തെയും പ്രതിരോധിക്കാനുള്ള കഴിവ് എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം നേടിയിരിക്കുന്നു. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. മൈ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി. My all over the body is healthy and relaxing. My brain is healthy. My lungs are healthy. My kidneys are healthy. Every part of my body is healing. നിങ്ങളുടെ മുഖത്ത് ഒരു നല്ല ചിരി വരുന്നു. സന്തോഷമുള്ള ഒരു അച്ഛനായി, അമ്മയായി, മകനായി, മകളായി, സഹോദരനായി, സഹോദരിയായി, കൂട്ടുകാരനായി, കൂട്ടുകാരിയായി ഈ ജീവിതം അംഗീകരിക്കുകയും പൂർണ്ണമായി ഏറ്റെടുക്കുകയും ഞാൻ ചെയ്യുന്നു. സന്തോഷമുള്ള ഒരു അച്ഛനായി, അമ്മയായി, മകനായി, മകളായി, സഹോദരനായി, സഹോദരിയായി, കൂട്ടുകാരനായി, കൂട്ടുകാരിയായി ഈ ജീവിതം അംഗീകരിക്കുകയും പൂർണ്ണമായി ഏറ്റെടുക്കുകയും എൻ്റെ കർമ്മമേഖലയിൽ പോസിറ്റീവായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒന്ന് ശാന്തമായിരിക്കാം. ശ്വാസം ആഴത്തിലൊന്ന് ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം പുറത്തേക്ക് വിടാം. നിങ്ങൾക്ക് തിരിച്ച് വരാനുള്ള സമയമായി. വളരെ പതിയെ നിങ്ങളുടെ ചുറ്റുമുള്ള അവസ്ഥകളെ അറിയുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ തലയിൽ മുകളിലുള്ള ഭാഗം, നിങ്ങൾ ഇരിക്കുന്ന കസേരയോ നിലമോ ആ ഒരു പ്രത്യേക സാഹചര്യവുമായിട്ട് നിങ്ങളുടെ സ്പർശനം അനുഭവിക്കുക. കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണുകളിൽ വെച്ച് പതിയെ കണ്ണു തുറക്കാം. ഈ മെഡിറ്റേഷൻ എത്ര കൂടുതൽ ചെയ്യുന്നുവോ അത്രയും നല്ലതാണ്. അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡിപ്രഷൻ മാറി വളരെയധികം സുഖമുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു. നിങ്ങളുടെ തലച്ചോറിൽ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ നാമ്പുകൾ മുളച്ചു കഴിഞ്ഞു. വിഷാദരോഗം അനുഭവിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി. ഈ മെഡിറ്റേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.